ഹോസ്റ്റൽ സൗകര്യം നാളേക്ക് റെഡിയാവും. രാവിലെ അങ്ങോട്ട് മാറാം. ഇന്ന് രാത്രി നമ്മൾ ഇവിടെ കഴിയുന്നു. ഒരു മുറി കൂടി ഒഴിവുണ്ടോന്ന് ചോദിക്കായിരുന്നു. 2 പേർക്ക് താമസിക്കാനല്ലേ ഡബിൾ റൂം ബുക്ക് ചെയ്തിരിക്കുന്നത്. നീ ആഹാരം ഒന്നും കഴിച്ചില്ലേ? കഴിച്ചു. നേരെ ഒത്തിരിയായി, നമുക്ക് കിടക്കാം. അയ്യോ, എന്നെ വിട്ടു ചേട്ടാ. നിന്റെ ചേച്ചിയെ കെട്ടുമ്പോഴും എന്റെ മനസ്സ് നിറയെ നീയായിരുന്നു. നിനക്ക് വേണ്ടി 15,000 രൂപ ബാങ്കിൽ കെട്ടിയത് ഒരിക്കൽ എന്നെ ധിക്കരിച്ച നിന്നോടുള്ള കാരുണ്യം കൊണ്ടൊന്നുമല്ല. ബഹളം വയ്ക്കാതെ എന്നെ അനുസരിക്കുന്നതാ നല്ലത്. എന്നെ കൊന്നാലും ഞാനതിനെ അനുവദിക്കില്ല. വരെ ഇവിടെ. സരിതമോളെ, നിന്നെ മിന്നുകെട്ടി ഞാൻ എടുത്തില്ലെങ്കിൽ എന്റെ പേര് ജെയിംസ് ജോർജ് എന്നല്ല. ചന്ദ്രശേഖരൻ, അവരെ ഉപദ്രവിക്കരുത്. വിട്ടേക്കൂ. ഇതെന്റെ ഇഷ്ടമാണ്. ചോദിക്കാൻ നീ ആരാടാ? അവരെന്റെ മുറിയിൽ അഭയം തേടി വന്നതാണ്. ഇവൾ എന്റെ അനുജത്തിയാണ്. ഒരു ചേട്ടന്റെ പെരുമാറ്റമല്ലല്ലോ നിങ്ങൾ കാണുന്നത്. ഞാൻ തോന്നിയ പോലൊക്കെ ചെയ്യും. നിനക്കതിലൊരു കാര്യവുമില്ല. ഉണ്ട്. അവരെ വിടൂ. വിടാൻ. ഒന്ന് പോലീസ് സ്റ്റേഷൻ കണക്ട് ചെയ്തു. ഇയാളെ കൊണ്ടുപോകും. മോളെ, നിന്നെ മിന്നുകെട്ടി ഞാൻ എടുത്തില്ലെങ്കിൽ എന്റെ പേര് ജെയിംസ് ജോർജ് എന്നല്ല.
ജീപ്പി കയറാൻ. സാർ ഞാൻ ജീപ്പി കയറാൻ. സരിതാരൻ. അതെ, സരിതയുടെ മായാത്ത ഓർമ്മയ്ക്ക് വേണ്ടി. സാർ നോ, ജെയിംസ്. സരിത അങ്ങനെ വിളിക്കുന്ന എനിക്കിഷ്ടം. വർക്കി, ആ ജീപ്പിനകത്ത് സൂട്ട് കേസും ബാഗും ഉണ്ട്. വരൂ. ഏതാ സാറേ പുതിയ കേസ്? എന്തോ? അല്ല, തലവേദന കേസാണോ? അങ്ങനെയാണെ കുപ്പി എടുത്തോണ്ട് വരാം. സ്റ്റോപ്പ് ഇറ്റ്. വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ പറയാനുള്ളത് പറഞ്ഞു. എന്റെ കർത്താവേ, ഇതുപോലൊരു വലിയ കുരിശ് തന്നില്ലെങ്കിലും എനിക്കൊരു ചെറിയ കുരിശിനെങ്കിലും തന്നൂടെ? ആ എന്താ പേടി തോന്നുന്നുണ്ടോ? മിസ്സസ് എവിടെ? വരൂ. ഇതാണ് ബെഡ്റൂം. ഞാൻ മിസ്സസിനെ പറ്റിയാ ചോദിച്ചത്. ഇതാണ് ബാത്റൂം. സരിത കുളിച്ച് ഫ്രഷ്. എന്റെ മിസ്സസിനെ കണ്ടില്ലല്ലോ. അവൾ വീട്ടിൽ പോയിരിക്കുക. ഒരു ചെറിയ സൗന്ദര്യപ്പിണക്കം. ഭക്ഷണം കഴിഞ്ഞിട്ടാകാം ബാക്കി. വിളമ്പി വയ്ക്കും. ആഹാരം കഴിക്കാം. സരിതയ്ക്ക് ഇവിടെ കിടക്കാം. ഞാനാണ് കറണ്ട്. എന്താ തലവേദന എങ്ങനെയുണ്ട്? രാത്രി കൊണ്ട് കുറഞ്ഞു കാണുമായിരിക്കും. എനിക്ക് തലവേദന ഉണ്ടെന്ന് ആര് പറഞ്ഞു? നമ്മുടെ സാറിനും തലവേദന വരാറുണ്ടായിരുന്നു. ഇപ്പോഴല്ല, പണ്ട് പണ്ട്. ഈയിടെയായി സാറിന് തലവേദന വരാത്തത് എന്തേ എന്ന് ഞാൻ വിചാരിക്കുകയായിരുന്നു. കണ്ടപ്പോ തോന്നി സാറിന് വീണ്ടും വന്നു കാണുമെന്ന്. എന്ത് കണ്ടപ്പം? പുളി. എങ്ങനെ? ജെയിംസ് എവിടുന്ന കല്യാണം കഴിച്ചിരിക്കുന്നത്? കല്യാണം കഴിച്ചതോ? ആ. അത് ഡയറി നോക്കിയാലേ പറയാൻ പറ്റൂ. ഡയറിയോ? അല്ല, എത്ര പേരെ കല്യാണം കഴിച്ചിട്ടുണ്ടെന്ന് അറിയണമെങ്കിൽ ഡയറി നോക്കിയാലേ പറ്റൂ. ഇപ്പോഴത്തെ അല്ല, പണ്ടത്തെ ഡയറി. എന്താ നോക്കുന്നേ? സാറിനെ ഇതേവരെ അറിയാൻ മേലേ? പിന്നെന്തിനാ ഇങ്ങോട്ട് പോന്നേ? അയ്യോ, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും സാർ അറിയരുത്. ഞാൻ പറഞ്ഞൊന്നും നിങ്ങൾ കേട്ടിട്ടുമില്ല. ഇത് സാർ അറിഞ്ഞാലത്തെ സ്ഥിതി അറിയാമല്ലോ. എന്നെ ഇവിടുന്ന് പറഞ്ഞ് വിടത്തില്ല. ഹോസ്റ്റൽ വാർഡൻ സ്ഥലത്തില്ല. 2 ദിവസം കഴിഞ്ഞേ വരൂ. വേറെ ഏതെങ്കിലും ഒരു ഹോസ്റ്റൽ? അല്പം സൗകര്യമുള്ളതുകൊണ്ടാണ് ഇവിടെ അടുത്ത് തന്നെ അന്വേഷിച്ചത്. മറ്റു പല ഹോസ്റ്റലുകളിലും സുരക്ഷിതത്വം കുറയും.
എന്നെ വിശ്വാസമാണെങ്കിൽ 2 ദിവസം കൂടെ ഇവിടെ കഴിയാം. എന്നെ നശിപ്പിക്കരുത്. ഇനിയൊന്നും താങ്ങാനുള്ള ശക്തി എനിക്കില്ല. അത് വേണമായിരുന്നെങ്കിൽ എനിക്ക് നേരത്തെ ചെയ്യാമായിരുന്നു. ഒരു കാലത്ത് എന്റെ കിടപ്പറ പങ്കിട്ട സ്ത്രീകൾ അനവധിയാണ്. പക്ഷെ അതിലൊന്നുപോലും ബലാത്സംഗമായിരുന്നില്ല. അത്തരത്തിലുള്ള ഒരു ആനന്ദം എനിക്ക് വേണ്ടതിനും. ആരടാ എന്നെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തുന്നത്? എഴുന്നേറ്റ് ചോറ് വിളമ്പിട്ടാ. വേണേ വിളമ്പി തിന്നോ, എന്നിട്ട് ആ പാത്രവും കഴുകി വെച്ചേരെ. വർക്ക് ചെയ്യുന്ന പാത്രം അകത്തോണ്ട്, അതും കൂടെ കഴുകി വെച്ചേരെ. ഇത് മഴ മഴ. അയ്യോ സാറെ പോത്തി. നീ എന്താ പറഞ്ഞേ? നീ തിന്ന പാത്രം ഞാൻ കഴുകി വെക്കണം. ആര് പറഞ്ഞു? ആരാ സാറിനെ കഴുകാൻ പറഞ്ഞു? പാത്രം അയ്യോ ഞാനങ്ങനെ പറയോ സാർ? അയ്യോ കൊച്ചമ്മ ഇരിക്കണം സാർ. ഞാൻ സാറിന്റെ ശമ്പളം വാങ്ങിക്കുന്നതല്ലേ സാർ? സാർ പണം ചോദിച്ചു തിന്നണം സാർ. അയ്യോ സാർ, ഞാൻ സാറിനെ പറഞ്ഞു വിടത്തില്ല. അയ്യോ എന്നെ പറഞ്ഞു വിടരുത് സാർ. പാവമുണ്ട് സാർ. ഇരിക്കും. എന്താ? പ്രിയ ബാലേട്ട, എനിക്ക് ഇവിടെ സുഖം തന്നെ. പക്ഷെ നിങ്ങളെയൊക്കെ കാണാൻ കഴിയാത്തതിലുള്ള ദുഃഖമേ ഇന്നെനിക്കുള്ളൂ. എനിക്കെന്നും ധൈര്യം പകർന്നുകൊണ്ട് ബാലേട്ടൻ എപ്പോഴും എന്റെ കൂടെ ഉള്ളത്